Welcome you all to this Commerce Easy Learning. Calicut University കീഴിലുള്ള BCom BBA 5th semester സ്റ്റുഡൻസ് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ്. ഇതിൽ യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്സ് അതേപോലെ തന്നെ 4 മാർക്സ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അത് 3 മാർക്കും 6 മാർക്സും അതേപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ 10 മാർക്സും ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് നമുക്ക് 4th സെമിസ്റ്ററിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യങ്ങളെല്ലാം ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് എബോവ് 70% ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞ അതേപോലെ അതിൻ്റെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മളതിൽ പറഞ്ഞു കൊടുത്തു. ഈ മെത്തേഡ് വരും, ഇതിന് ഈ ക്വസ്റ്റ്യൻസ് തന്നെ പറഞ്ഞിരിക്കണം, കോൺട്രാക്റ്റിൻ്റെ ബേസിൽ അബ്നോർമൽ ഗെയിൻ അബ്നോർമൽ ലോസും വരാറുണ്ട്, പിന്നെ ഫിഫോ മെത്തേഡ് വരാറുണ്ട് എന്നെല്ലാം നമ്മൾ പറഞ്ഞതായിരുന്നു. അതേപടി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 മാർക്സ് ക്വസ്റ്റ്യൻസും 6 മാർക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഇന്നത് വരും എന്ന് പറഞ്ഞാൽ അതേപടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പഠിച്ചവർക്ക് നല്ല മാർക്ക് കിട്ടി. അതായത് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുമുണ്ട്. നിങ്ങൾക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്, അതായത് നിങ്ങളിതിൻ്റെ 4th സെമിസ്റ്റർ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ഇതാ 5th സെമിസ്റ്ററിൻ്റെ എക്സാമാണ്. ഓക്കെ, അപ്പോൾ ആ 5th സെമിസ്റ്ററിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും പിന്നെ വെക്കേഷനും 10 ദിവസത്തെ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ക്ലാസ്സും കൂടി കാണുവാണെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് 3 മാർക്സിനാണോ എസ്എ ടൈപ്പാണോ ഷോർട്ട് ആൻസർ എന്നൊക്കെ അറിയണ്ടേ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്തായാലും കാണാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 2020 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2020 നമുക്കുള്ളത് 2 മാർക്സ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാം പാറ്റേൺ 3 മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്നറിയാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായും 3 മാർക്കിന് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വ്യക്തമായും നോട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. മസ്റ്റായിട്ടും പഠിക്കണം, എന്തായാലും വരും. ഇനി 3 മാർക്സിന് വന്നില്ലെങ്കിൽ അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ ഇൻട്രൊഡക്ഷൻ രീതിയിൽ എഴുതാനും പറ്റും. എന്തായാലും ഇൻട്രൊഡക്ഷനിൽ ബിസിനസ് റിസർച്ചിനെ കുറിച്ച് ചോദിക്കാതിരിക്കില്ലല്ലോ, എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട ചോദ്യം തന്നെയാണ് ബിസിനസ് റിസർച്ച്. പിന്നെയുള്ളത് റിസർച്ച് പ്രോബ്ലം. What is a research problem? Then what is extraneous variable? ഇത് extraneous variable repeated question. Then next, what is hypothesis? ഇതൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൈപ്പോത്തസിസ് എത്ര പ്രാവശ്യം വന്നു എന്നുള്ളത്. Then what is pilot study? Repeated question, important question. Then what is secondary data? Important question ആണ്. ഈ സെക്കൻഡറി ഡാറ്റ ആയാലും ഹൈപ്പോത്തസിസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ നമ്മൾ 2 മാർക്സിന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് മൊത്തമായും പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്? കണ്ടോ, ഇപ്പോൾ തന്നെ ഹൈപ്പോത്തസിസിൽ നിന്ന് ചോദിച്ച ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? അതായത് റിസർച്ചിൻ്റെ ടൈപ്സ് എല്ലാം തന്നെ പഠിക്കണം, ഓരോന്നും പഠിക്കണം. അത് എല്ലാം 3 മാർക്കിൻ്റെ രീതിയിൽ പഠിച്ചാലാണ് അത് ഷോർട്ട് ആൻസറിൽ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് ചോദിച്ചാൽ അതും എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ എന്നാൽ എന്ത്? ദെൻ വാട്ട് ഈസ് സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ്? ഈ പറഞ്ഞ ക്വസ്റ്റ്യനാണ് എത്ര മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഇവിടെ? 3 മാർക്കിന്. അത് മുമ്പ് 2 മാർക്സിനായിരുന്നു, പക്ഷെ നമുക്കിപ്പോൾ എങ്ങനെയാണ് 3 മാർക്സ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം 3 മാർക്സിൻ്റെ ബേസിൽ നോക്കി പഠിക്കുക, മാർക്ക് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അതായത് 6 മാർക്സിൻ്റെ, മുമ്പ് അത് 4 മാർക്സിനായിരുന്നു, നമുക്ക് ഇപ്പോൾ ഇനി വരുന്നത് ഏതായിരിക്കും? 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 5 എന്ന് പറയുന്നത്, പക്ഷേ നമുക്ക് 5 എണ്ണം എഴുതാം. അതിൽ കൂടുതൽ എഴുതണമെങ്കിൽ എഴുതിയാൽ നമുക്ക് ആ സീലിംഗ് ഫുൾ മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ എക്സാം പാറ്റേൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ കേട്ടോ. ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്? റിസർച്ചിൻ്റെ ഒബ്ജക്റ്റ്. ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് സാമ്പിളിംഗ് ഫ്രെയിം? നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ലിങ്ക് സാമ്പിളിംഗ് ടെക്നിക്സിൻ്റെയൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വീഡിയോ കാണുക, അതിൻ്റെ ആൻസേഴ്സ് നോട്ട് ചെയ്യുക. അതൊക്കെ എസ്എ ടൈപ്പൊക്കെ ചോദിച്ചാൽ നീറ്റായിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇട്ട് റെഡിയാക്കി എഴുതി വെക്കണേ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതൊക്കെ. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എറർ?
ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിർബന്ധമായും പഠിക്കണം. അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 2 മാർക്സിൻ്റെ ബേസിൽ ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 3 മാർക്സ് ആണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡറി ഡാറ്റ. അപ്പോൾ സെക്കൻഡറി ഡാറ്റയുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നോക്കൂ, വീണ്ടും അടുത്തത് അതേ ഏരിയയിൽ നിന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്. ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഒരു എസ് എ എന്തായാലും പ്രതീക്ഷിക്കാം. അത് സ്റ്റെപ്സ് ആവാം, സ്റ്റേജസ് ആവാം, അതിൻ്റെ പ്രോസസ്സ് ആവാം. അത് എങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ ലാസ്റ്റ് മോഡ്യൂൾ പഠിച്ചിരിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിസർച്ച് ഡിസൈൻ. തേർഡ് മോഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആട്ടോ റിസർച്ച് ഡിസൈൻ. ശരിക്കും മുമ്പൊക്കെ 3 മാർക്സിൻ്റെ ബേസിലൊക്കെ, അതായത് ഇപ്പോൾ 3 മാർക്സ്, മുമ്പൊക്കെ ചെറിയൊരു 2 മാർക്സിൻ്റെ ബേസിലൊക്കെ ചോദിക്കാറുണ്ട് റിസർച്ച് ഡിസൈൻ. അത് ഷോർട്ട് ആൻസറിലും ചോദിക്കും, എസ് എ ടൈപ്പും ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ. അതൊന്നും ഒഴിവാക്കരുത്, നല്ല രീതിയിൽ പഠിക്കാം. ഇപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി ചോദിക്കാത്ത ചോദ്യങ്ങൾക്കാണല്ലോ കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ചോദിക്കുന്ന ചോദ്യം പഠിക്കാതിരിക്കാനും പറ്റുമോ? അതും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞില്ലേ റിസർച്ചിൻ്റെ ടൈപ്സ് എല്ലാം പഠിക്കണമെന്ന്. ഇതേപോലെ എസ് എ ചോദിച്ചാലോ? അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും എഴുതാൻ പറ്റും. അപ്പോൾ 3 മാർക്സോ അല്ലെങ്കിൽ 6 മാർക്സിൻ്റെ ബേസ് ചോദിച്ചാലും നമുക്ക് ടൈപ്സ് എഴുതാൻ പറ്റണം. അപ്പോൾ എസ് എ ചോദിച്ചാലും ആ പറയുന്ന എല്ലാ ടൈപ്സ് നമ്മൾ പഠിച്ചാൽ അത് ഇൻട്രൊഡക്ഷൻ രീതിയിൽ റിസർച്ച് എന്നാൽ എന്ത് എന്നുള്ളത് എഴുതുന്നു. പിന്നീട് അതിൻ്റെ ടൈപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് എ പൂർണ്ണമാവും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യനാണ് 2020 ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2019 ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. 2019 3 മാർക്സ് ബേസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. വാട്ട് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്? ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ഡിപ്പെൻഡ് വേരിയബിൾ. അപ്പോൾ വേരിയബിളിൻ്റെ ടൈപ്സ് ഇല്ലേ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ആ വേരിയബിളിൻ്റെ ടൈപ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ നിന്ന് ഏതാ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേരിയബിളിൻ്റെ ടോപ്പിക് ഇമ്പോർട്ടൻറ്റ്. ദെൻ വാട്ട് ഈസ് എ കൺട്രോൾ ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് വെൻ വുഡ് എ വൺ ടൈൽഡ് ടെസ്റ്റ് ബി അപ്ലൈഡ്. അതായത് നമ്മൾ വൺ ടൈൽഡ് ടെസ്റ്റ് എപ്പോഴാണ് നമ്മൾ അപ്ലൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹൈപ്പോത്തസിസിൻ്റെ ആ ഏരിയ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ പാർട്ടിസിപ്പൻറ്റ് റീആക്ടിവിറ്റി. അതായത് സബ്ജക്റ്റ് ഇഫക്റ്റീവ് ബേസിൽ ഉള്ളതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല ഇത്, എന്നിരുന്നാലും യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ സാമ്പിൾ സൈസ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ വാലിഡിറ്റി. വാട്ട് ഈസ് എ ക്രോസ് സെക്ഷണൽ. അത് റിപ്പീറ്റഡ് ആട്ടോ, ക്രോസ് സെക്ഷണൽ. ദെൻ നെക്സ്റ്റ് നെയിം 4 ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്. ദെൻ ഇത് 4th മോഡ്യൂളിൽ നിന്നാണ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഇത്തിരി ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് 2019 ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് മീൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2019 2 മാർക്സ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾക്കത് 3 മാർക്സാണ്. ഓക്കെ, ഇനി അത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അതായത് നമുക്കിപ്പോൾ 6 മാർക്സ് ബേസിൽ. ഇനി നമുക്ക് 6 മാർക്സ് ബേസിൽ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സ്, മാച്ച് റിപ്പയേഴ്സ് ആൻഡ് റിപ്പീറ്റഡ് മെഷേഴ്സ് ഡിസൈൻ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച് എക്സ്പ്ലെയിൻ. അപ്പോൾ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ. ഫസ്റ്റ് മോഡ്യൂളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ലാസ്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. നമ്മൾ ഫസ്റ്റ് 2020 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനെയറിൻ്റെ, അതായത് സെക്കൻഡ് ഡാറ്റ കളക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ് എക്സ്പ്ലെയിൻ. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് എക്സിക്യൂട്ടീവ് സമ്മറി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഇത് 6 മാർക്സ് ബേസിൽ ചോദിച്ചു 2019 ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് വർഷം ഇമ്പോർട്ടൻ്റ് എന്നല്ല, യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങൾ എന്നുള്ളത് മാത്രം നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. കാരണം ഇതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെ പോയാലും 70% മേലെ വരും. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. Okay, then essay type, what is research report? What are the essential requirements of a research report? ഞാൻ പറഞ്ഞില്ലേ റിസർച്ച് റിപ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞത്.
അതുതന്നെയാണ്. ദെൻ വാട്ട് ഈസ് ക്വസ്റ്റ്യനെയർ, വാട്ട് ആർ ഇറ്റ്സ് ടൈപ്പ്. ക്വസ്റ്റ്യനെയർ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, നമ്മുടെ മൈൻഡിൽ നിൽക്കും ആ ക്വസ്റ്റ്യൻ. അത് നോക്കട്ടെ, അത് ശരിക്കും എസ് നല്ല രീതിയിൽ തന്നെ എഴുതണം. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ, വാട്ട് ആർ ഇറ്റ്സ് ടൈപ്പ്. റിസർച്ച് ഡിസൈൻ തേർഡ് മോഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. ഈസി ആയിട്ട് എക്സാം നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സാകാൻ പറ്റും. ഇതാണ് നമ്മുടെ 2019 ചോദിച്ച ചോദ്യങ്ങൾ. 2018 ചോദിച്ചിരിക്കുന്നത് 2 മാർക്സ്, ഇപ്പോൾ നമുക്കത് 3 മാർക്സ് ആണ് കേട്ടോ. ബിസിനസ് റിസർച്ച് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് കേസ് സ്റ്റഡി, ദെൻ ഹൈപ്പോത്തസിസ്, റിസർച്ച് ഡിസൈൻ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്കെയിലിംഗ്, ഇൻ്റർവെൽ സ്കെയിൽ, ദെൻ റേഷ്യോ സ്കെയിൽ, ക്വസ്റ്റ്യനെയർ മോഡ്. ഇതിൽ നമുക്ക് റിപ്പീറ്റഡ് വന്നിരിക്കുന്നത് ബിസിനസ് റിസർച്ച്, കേസ് സ്റ്റഡി, ഹൈപ്പോത്തസിസ്, റിസർച്ച് ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ തന്നെ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴേക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനെയറിനെ ഷോർട്ട് ആൻസറും എസ് എ ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യനെയർ എന്തായാലും പഠിക്കാതെ പോവില്ല, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച്, അത് നമുക്ക് ലാസ്റ്റ് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എസ് എ ടൈപ്പ് ആയിട്ടാണ് ചോദിച്ചത്. ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നു. ദെൻ ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, മുമ്പ് ചോദിച്ചിരുന്നത് എന്തായിരുന്നു, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നാൽ എന്തെന്നായിരുന്നു. ഇപ്പോൾ ചോദിച്ചത് ഫീച്ചേഴ്സ്. ദെൻ ടൈപ്സ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ്സ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ സാമ്പിളിംഗ് ഡിസൈൻ, സാമ്പിളിംഗ് ഡിസൈൻ്റെ സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ്, സ്റ്റേജസ്, പ്രോസസ്സൊക്കെ ഓർഡർ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. 1 2 3 കറക്റ്റ് ഓർഡർ ആയിട്ട് തന്നെ എഴുതണേ. ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ്. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് സംഭവം. റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ്, അത് എസ് എ ടൈപ്പിലും ചോദിക്കാം, ഷോർട്ട് ആൻസർ ബേസിലും ചോദിക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഓക്കെ, കാരണം നോക്കൂ, ഇപ്പോൾ തന്നെ കണ്ടോ, ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കാറ്റഗറിസ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ്. നമ്മൾ ഒബ്സർവേഷൻ എന്നാൽ എന്തെന്നൊക്കെ നോക്കിയതായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും എസ് എ ടൈപ്പിലും ചോദിക്കും എന്നുള്ളത്. അപ്പോൾ അത് ഒബ്സർവേഷൻ ടോപ്പിക് കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട, മസ്റ്റായിട്ടും പഠിക്കുക. ദെൻ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ സെക്കൻഡറി ഡാറ്റ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി ഡാറ്റ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഡാറ്റ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. അതിലത്തെ എല്ലാം A to Z സെക്കൻഡറി ഡാറ്റ കളക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് കണ്ടൻറ്റ് ഓഫ് റിപ്പോർട്ട്, അതായത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റ് എന്ന്. ലാസ്റ്റ് മോഡ്യൂൾ വളരെ ഇമ്പോർട്ടൻറ്റ്. The next question, what is random sampling? Explain the importance of random sampling method. റാൻഡം സാമ്പിളിംഗ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, അതേപോലെ തന്നെ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എസ് എ ടൈപ്പായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് 2018. ഓക്കെ, 2017 ഡിഫൈൻ ബിസിനസ് റിസർച്ച്. നെക്സ്റ്റ് റിസർച്ച് ഡിസൈൻ, മെഷർമെൻറ്റ്, മീഡിയൻ, ഹൈപ്പോത്തസിസ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ഇൻ്റർവെൽ സാമ്പിളിംഗ്, സെക്കൻഡറി ഡാറ്റ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, മീൻ. ഒന്ന് നോക്കിയേ, നമ്മൾ 2019 അല്ല 2018 ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഈ പറഞ്ഞ 2017 നമ്മൾ റിവേഴ്സായിട്ടാണ് വന്നെങ്കിൽ, അതായത് 2017 ചോദിച്ച ചോദ്യമാണ് 2018 ചോദിച്ചിരിക്കുന്നത് അല്ല. പക്ഷേ എങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. റിസർച്ച് ഡിസൈൻ, ബിസിനസ് റിസർച്ച്, ഹൈപ്പോത്തസിസ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ഇൻ്റർവെൽ സ്കെയിൽ, സെക്കൻഡറി ഡാറ്റ. അവിടെ മോഡ് ചോദിച്ചു, ഇവിടെ മീൻ ചോദിച്ചു. അതായത് ആ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടത് കേട്ടോ. മറക്കരുത്, ക്വസ്റ്റ്യൻസ് ഇതെല്ലാം 3 മാർക്സിന് വരാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങളത് ബുക്ക് മറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം, അത് സ്ട്രെസ് ചെയ്ത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് 6 മാർക്സ് ബേസിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ. ദെൻ നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, വേരിയബിൾസും ഇമ്പോർട്ടൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞില്ല. ആ ഒരു ഏരിയാസ് ടൈപ്സ് എല്ലാം പഠിച്ചിരിക്കണം. എക്സാമ്പിൾ പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വേരിയബിൾസിൻ്റെ ടൈപ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തൊക്കെയാണോ റിസർച്ച് ഡിസൈനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് അതെല്ലാം നിർബന്ധമായും എക്സാമിന് എഴുതുന്നുണ്ട്. അത് ഏരിയ കവർ ചെയ്യണം, റിസർച്ച് ഡിസൈനിൻ്റെ ഏരിയ കവർ ചെയ്യണം. ദ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച്, അതേപോലെ തന്നെ എക്സ്പ്ലോറേറ്റീവ് റിസർച്ചിൻ്റെ ഏരിയാസ് കവർ ചെയ്യണം. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കാറ്റഗറിസ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ്. അപ്പോൾ ഒബ്സർവേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒബ്സർവേഷനുമായിട്ട് എന്തൊക്കെ റിലേറ്റഡ് ഉണ്ടോ അതെല്ലാം തന്നെ പഠിക്കുക. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ
പ്രോബ്ലം ഡെഫിനിഷൻ കറക്റ്റായിട്ട് സ്റ്റെപ്പാണ്, അതിൽ ഏതൊക്കെ സ്റ്റെപ്പാണ് എന്നുള്ളത് ഓർഡറായിട്ട് തന്നെ എഴുതി വെക്കണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട് ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ പ്രതീക്ഷിക്കാം, അതേപോലെ തന്നെ ഷോർട്ട് ആൻസറും പ്രതീക്ഷിക്കാം. നിർബന്ധമായും അത് പഠിച്ചേക്കുക കേട്ടോ. 6 മാർക്സിൻ്റെ ബേസിലും പഠിക്കുക, എസ്സേ ടൈപ്പായിട്ടും പഠിച്ചിരിക്കുക ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫസ്റ്റ് മോഡ്യൂളത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് കണ്ടന്റ് ഓഫ് എ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് മോഡ്യൂളത്തെ ആണെന്ന്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൻ്റെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക, നല്ല ഡയഗ്രാമൊക്കെ വരച്ച് നല്ല രീതിയിൽ എഴുതുക. വാട്ട് ഈസ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് റിസർച്ചിൻ്റെ എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് അറിയാലോ. ഇൻഡക്റ്റീവ് പറയുമ്പോൾ ഡിറ്റക്റ്റീവും പഠിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എന്നുള്ള രീതിയിലും വന്നേക്കാം കേട്ടോ. ഇൻഡക്ഷനും ഡിഡക്ഷൻസും ചോദിച്ചേക്കാം. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ദെൻ അടുത്തത്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിസർച്ച് പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ റിസർച്ച്. ദെൻ ഡിഫൈൻ സെക്കൻഡറി ഡാറ്റ. കണ്ടോ, നമ്മൾ ഇപ്പോൾ ഒരു 5ാമത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നത്, ഈ പറഞ്ഞ 3 വട്ടം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ഇത് 2 or 3 വട്ടം വന്നു സിസ്റ്റമാറ്റിക്. ദെൻ ഡിഫൈൻ നോമിനൽ സ്കെയിൽ, അതായത് സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു സ്കെയിൽ, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നിന്ന് ഇങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് വരും. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്, അതായത് ആ ചാപ്റ്ററിൽ നിന്നാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. പിന്നെ ഡിഫൈൻ സാമ്പിളിംഗ് എറർ. ഓക്കെ, ഇതൊക്കെ 3 മാർക്സ്. ഇനി നമുക്ക് എന്ത് നോക്കണം, 6 മാർക്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ച്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ബേസിക് അസംഷൻസ് ഓഫ് എ ബിസിനസ് റിസർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കോളം വൈസ് ആയിട്ടൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ഇൻ റിസർച്ച്. അപ്പോൾ ഹൈപ്പോത്തസിസിൻ്റെ ഏരിയ പഠിക്കണം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. വാട്ട് ഈസ് സ്കെയിലിംഗ്? എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓഫ് സ്കെയിൽ ക്ലാസിഫിക്കേഷൻ. അത് നമ്മുടെ 4th മോഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്, നല്ല രീതിയിൽ പഠിക്കട്ടെ സ്കെയിലിങ്ങിൻ്റെ. നെക്സ്റ്റ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് എ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആട്ടോ, പഠിച്ചിരിക്കണേ. Then next, explain briefly the different methods of sampling techniques and explain the merits and demerits. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമ്പിളിംഗ് ടെക്നിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കുറിച്ച് പഠിക്കാൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. അതിലത്തെ ഓരോന്നും ടെക്നിക്സിലത്തെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, അത് ഓരോന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ പഠിച്ചേക്കുക. ദെൻ നമ്മൾ എപ്പോഴും പറയുന്ന ലാസ്റ്റ് മോഡ്യൂളിൽ നിന്നൊരു എസ്സേ ടൈപ്പ് പ്രതീക്ഷിക്കാം, ഒരു 100% പ്രതീക്ഷിക്കാം. ഓക്കെ, വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് കണ്ടൻറ്റ്സ്. ഇത് നമുക്ക് 2016 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2016, 17, 18, 19 and 20. ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മാർക്സ് ക്വസ്റ്റ്യൻ, അതേപോലെ 6 മാർക്സ്, അതേപോലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിക്കുക. ഇത് പഠിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്.